2026 കേരള നിയമസഭാ ഇലക്ഷന്റെ ഞങ്ങളുടെ ആദ്യ പാദ സർവേയിലേക്ക് സ്വാഗതം. ഈ സർവേ നടന്നത് തിരഞ്ഞെടുപ്പ് നടന്ന ദിവസങ്ങളിലാണ്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലെ സർവേ ഫലം ആണ് പറയുന്നത്. നെയ്യാറ്റിൻകരയിൽ UDFന്റെ വിജയസാധ്യത ആണ് ഞങ്ങളുടെ സർവേയിൽ കാണുന്നത്. ശക്തൻ ഒന്നാമതും ആൻസിലൻ രണ്ടാമതും എത്തും. കോവളത്ത് മാറ്റം ഒന്നും ഇല്ല, വിൻസെന്റ് മണ്ഡലം നിലനിർത്തും. കാട്ടാക്കടയിൽ ശക്തമായ ത്രികോണ മത്സരം ആണ് നടന്നത് എന്നാണ് ഞങ്ങളുടെ സർവേയിൽ പറയുന്നത്. NDA പിടിച്ചത് സതീഷിന്റെ വോട്ടുകൾ ആണെന്ന് കരുതുന്നു. ദൃഢവധത ഒപ്പത്തിനൊപ്പം ആണെന്ന് ആണ് ഞങ്ങളുടെ സർവേ പ്രവചിക്കുന്നത്. ചെറിയ മേൽകൈ UDFനുണ്ട്. പാറശാലയിൽ മാറ്റമില്ല, ഹരീന്ദ്രൻ വിജയിക്കും. അരുവിക്കരയിൽ ശക്തമായ മത്സരം ആണ് നടന്നത്. നേരിയ മേൽക്കൈ ശിവകുമാരൻ ഉണ്ടെങ്കിലും സ്റ്റീഫനും ജയസാധ്യത ഉണ്ട്. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്നാണ് ഞങ്ങളുടെ സർവേയിൽ പ്രവചിക്കുന്നത്. നിയമം വഴി സംസ്ഥാനത്ത് വീണ്ടും BJP അക്കൗണ്ട് തുറക്കും എന്നാണ് ഞങ്ങളുടെ സർവേ പ്രവചിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തിരുവനന്തപുരം UDF CP ജോണിലൂടെ തിരിച്ചുപിടിക്കും എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. വട്ടിയൂർക്കാവിൽ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ ത്രികോണ മത്സരം ആയിരുന്നെങ്കിലും അവസാന നിമിഷങ്ങളിൽ മത്സരം പ്രശാന്തും മുരളീധരനും തമ്മിൽ ആയി എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം ആണെങ്കിലും മുരളീധരൻ ചെറിയ മേൽക്കൈ ഞങ്ങളുടെ സർവേ പ്രവചിക്കും. കഴക്കൂട്ടത്ത് BJP മുരളീധരനിലൂടെ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കും എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. ശബരിമല പ്രശ്നം കാരണം കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയും കാണുന്നു. വാമനപുരം ചുവന്നു തന്നെ നിൽക്കും. മുരളിക്ക് ലഭിക്കുക വ്യക്തമായ ഭൂരിപക്ഷം. നെടുമങ്ങാടും ചുവന്നു തന്നെ നിൽക്കും. വലിയ വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ GR അനിൽ വിജയിക്കും. ഭൂരിപക്ഷം കുറഞ്ഞാലും ചിറയൻകീരും LDFന്റെ കൂടെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. BJP ആയിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന് ഒടുവിൽ LDFന്റെ OS അംബിക ജയിച്ചു കയറും. ത്രികോണ മത്സരം നടക്കുന്ന വർക്കലയിൽ വലിയ നഷ്ടങ്ങൾ ഒന്നുമില്ലാതെ തന്നെ VS ജോയ് ജയിക്കും. UDF ആയിരിക്കും രണ്ടാം സ്ഥാനത്ത്. ആദ്യഘട്ട സർവേ തിരുവനന്തപുരം ജില്ലയിലെ കഴിയുമ്പോൾ LDF 6 മുതൽ 9 സീറ്റും UDF 3 മുതൽ 6 സീറ്റും BJP 2 സീറ്റും നേടും എന്നാണ് ഞങ്ങളുടെ പ്രവചനം. ഇതിൽ 3 മണ്ഡലങ്ങൾ ബലാബലമാണ്. ഞങ്ങളുടെ അവസാന കണക്കിൽ UDF 6 സീറ്റും LDF 6 സീറ്റും BJP 2 സീറ്റും നേടും. ഈ ഫലം അനുസരിച്ച് നഷ്ടം LDFനാണ്. 7 സീറ്റോളം നഷ്ടം സംഭവിക്കും എന്ന് ഞങ്ങളുടെ സർവേയിൽ വിലയിരുത്തുന്നു. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ സർവേ ഫലമാണ്. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.